ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ എന്താണ് സംഭവം എന്ന് ഞാൻ കണ്ടന്റ് പറയുന്നില്ല, നമുക്ക് പോയി കാണാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ നമുക്കിപ്പോൾ പോവാം. നമ്മൾ ഇപ്പം ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ എന്നൊന്നും എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ദേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ ആരാണ് നിൽക്കണത്? നമ്മുടെ മേഘ്ന കുട്ടിയാണ് ഇവിടെ നിൽക്കണേ. അപ്പം മേഘ്ന കുട്ടിയെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ തോന്നുന്നു. ഹായ് മേഘ്ന. ഹായ്. ഇന്ന് എന്താ പരിപാടി? ഓണം സെലിബ്രേഷൻ. മിനി ഓണം സെലിബ്രേഷൻ. അപ്പോൾ ആക്ച്വലി ആളൊക്കെ നല്ല തിരക്ക് പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് എന്നെയും കൂടി ക്ഷണിച്ചിട്ടിട്ട് നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഓക്കെ. ശ്രുതിലയം സ്കൂൾ ഓഫ് മ്യൂസിക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് വന്നേക്കുന്നത്, ശ്രുതിലയം സ്കൂൾ ഓഫ് മ്യൂസിക്. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എന്താണ് സംഭവം. ഒരു മ്യൂസിക്കൽ വീഡിയോ ആയിരിക്കും മിക്കവാറും, എന്തായാലും എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ. ഭയങ്കര പ്രിക്കോഷൻ ആണ് കേട്ടോ. എല്ലാവരും നല്ല സാനിറ്റൈസറൊക്കെ എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഗീത ആൻറ്റി, നമ്മൾ ആദ്യം പരിചയപ്പെട്ടിട്ടില്ലേ? എന്താ ആൻറ്റി ഇന്ന് വിശേഷം? ഇന്ന് ഞങ്ങളുടെ മ്യൂസിക് ക്ലാസ്സിന്റെ ഓണാഘോഷം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ മ്യൂസിക് ക്ലാസ്സിന്റെ പേര്? ഞങ്ങളുടെ മ്യൂസിക് ക്ലാസ് ശ്രുതിലയം സ്കൂൾ ഓഫ് മ്യൂസിക്. ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ ഓണത്തിന്റെ ഇവര്. കണ്ടോ, കൊറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് ഡിസൈൻ ചെയ്തത്? അപ്പൊ നമ്മുടെ എൻട്രൻസിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡെക്കറേഷന് ക്രെഡിറ്റ് കൊടുക്കാന്ന് വെച്ചാൽ ഈ കുട്ടികളാണ്. ഇവരും പാട്ട് ക്ലാസ്സിലത്തെ കുട്ടികളാണ്. ഞാൻ സ്നേഹ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കും. ഓക്കെ, മോളാണ്. ഇതൊക്കെ എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ടായിരിക്കും അല്ലേ? എത്ര നേരം എടുക്കും? 2 hours എടുക്കും. നല്ല ഒരു തീമാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഐഡിയ ആരുടെയാണ്? ഓക്കെ, ദുർഗയാണ് ഐഡിയ. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞ ദുർഗാനാണ്. എന്തായാലും എനിക്ക് എൻ്റെ പേര് അറിയാം. ദുർഗ, വക്കീലാണ്. അപ്പൊ കൊറോണ സമയത്ത് പോയിട്ടല്ലോ. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അറിയാം. പിന്നെ ഇത് ഞാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മേഘ്ന കുട്ടിയാണ്. മേഘ്ന എന്താ ചെയ്യുന്നത്? ലോ പഠിക്കുന്നു. അപ്പൊ ഇത് ആദ്യം ആയ ലോ പഠിച്ച അഡ്വക്കേറ്റ് ആയതാണ്. ഇതിപ്പോ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സിലാണ് അല്ലേ? ഓക്കെ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? രേവ യൂണിവേഴ്സിറ്റി. ഞാൻ സോന പ്രകാശ്, ഞാൻ BCA പഠിക്കുന്നു. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഡെക്കറേഷൻ. ഇതാണ് ഞങ്ങളുടെ മ്യൂസിക് ക്ലാസ്. അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിരുന്നു. ഞാൻ കണ്ടിരുന്നു, പിള്ളേരെ ഞാൻ കണ്ടിരുന്നു. ഓക്കെ, ഞങ്ങളുടെ സാറാണ്. ഇത് സഞ്ജന, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാണ് നമ്മുടെ ഓണാഘോഷത്തിന്. നമസ്കാരം. അപ്പൊ ഇനി നമുക്ക് മാഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും കൂടിയിട്ട് ഈ വിശേഷത്തില് എന്തായാലും ഞാൻ വന്നതല്ലേ, അപ്പൊ മാഷിനെ പറ്റി കുറച്ചും കൂടി ഒന്ന് കൂടുതൽ അറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റി തുടങ്ങാം. ഞങ്ങളുടെ മാഷിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഞങ്ങളെ ഒന്ന് തിരിച്ചാൽ എല്ലാവരും സ്റ്റുഡൻസിനെ
ഇതൊക്കെയാണ് ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസ്. ഒരു പ്രായമില്ല, ഒന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ 3 വർഷമായി മാഷ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഈ 3 വർഷം കൊണ്ട് മാഷ് ക്ഷമയുടെ അവതാരമായി മാറിയിട്ടുണ്ട് ഞങ്ങളെ പഠിപ്പിച്ച്. അതിനപ്പുറം എന്താ പറയുക? ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് കണ്ടത് ആദ്യ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ കുട്ടി ഒരു 5 വയസ്സ് തൊട്ട് തന്നെ ഒരു 60 വയസ്സിൻ്റെ വരെയുള്ള എല്ലാ തരം ഏജ് ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിന് അറിയാം പാട്ടിന് പഠിക്കാൻ വയസ്സില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൽ ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് മാഷിനോട് ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട്. ആദ്യം മാഷിനടുത്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ. മാഷെ, ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇപ്പം 3 വർഷം കഴിഞ്ഞു ബാംഗ്ലൂരിൽ വന്നു. അതിന് മുമ്പ് ഭോപ്പാലിലാണ് ഞാൻ സെറ്റിലായിരിക്കുന്നത്. ഭോപ്പാലിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ വന്ന് 3 വർഷം പോയി. പഠിച്ചത് മ്യൂസിക് അടിസ്ഥാനമായിട്ട് പഠിച്ചത് 5ാം ക്ലാസ് തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങി. അതിന് ശേഷം 10ാം ക്ലാസ് വരെ എൻ്റെ ഗുരുനാഥൻ സ്കൂളിലെ തന്നെ മ്യൂസിക് അധ്യാപകനായ ശ്രീ CK ബാലകൃഷ്ണ സാറ്, അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ ഗുരു. പിന്നീട് ഞാൻ തിരുവനന്തപുരത്ത് ഗാന്ധിനാഥ് തിയേറ്ററിലും പിന്നീട് ഛത്തീസ്ഗഡിൽ ഇന്ദിരകലാ വിശ്വവിദ്യാലയത്തിലും അവസാനം ഗ്വാളിയറിൽ ശ്രീ രാജാ മാനസിക് തോമർ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ധാരാളം ഗുരുക്കളിലേക്ക് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ഗുരുക്കളിലേക്ക്. പക്ഷെ ഞാൻ സെറ്റിലായിരുന്നത് ചെറിയൊരു ജോലി കിട്ടിയ കാരണത്താലും അച്ഛൻ്റെ ജോലി മധ്യപ്രദേശ് ഭോപ്പാലിലായിരുന്ന കാരണത്താലും അവിടെ നിൽക്കാനും അവിടെ ഒരു ജോലി ചെയ്യാനും പിന്നെ അവിടെ സെറ്റിലായി. അപ്പം എൻ്റെ മകളും ഭാര്യയും ഭോപ്പാലിലാണ് സെറ്റിലായത്. ഞങ്ങൾ ഭോപ്പാലിൽ വരികയും പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നാട്ടിലും പോയി വരികയും ചെയ്യുന്നു. സാറിനോട് ഞാൻ ഇത് ചോദിക്കാനായിട്ട് ഇപ്പൊ പല സ്ഥലത്ത് സാർ പോയി പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ കുറെ സാർ ധാരാളം ഏറ്റവും കൂടുതൽ എൻ്റെ 35 വർഷത്തെ സംഗീത പഠനത്തിലും പ്രോഗ്രാം ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സാർ ഈ കർണാടകയിലാണോ അല്ലെങ്കിൽ പിന്നെ ഹിന്ദുസ്ഥാനി അങ്ങനെ? രണ്ടും. ഹിന്ദുസ്ഥാനി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഗ്വാളിയറിൽ രാജാ മാനസിക് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തത്. ഹിന്ദുസ്ഥാനിയും കുറച്ച് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക സംഗീതം. ഇവിടെ കർണാടക സംഗീതം കുറെ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കുറെ പണി തിരക്കൊക്കെ കാരണം എനിക്ക് വന്ന് പറയാൻ പറ്റില്ല. ആകാമല്ലോ. നോക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന് ഡയറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പളാണ് നേരിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഞാനും കുറെ കേട്ടിട്ടില്ല സാറിനെ പറ്റി നന്നായിട്ട്. എസ്പെഷ്യലി വന്നിട്ട് കുറെ എല്ലാ ചേച്ചിമാരായാലും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സാർ ക്ലാസ് എടുക്കാറ്. പേഷ്യൻസ് ഇവരെയൊക്കെ പഠിപ്പിച്ചെടുക്കാനായിട്ട് ഒത്തിരി പേഷ്യൻസ് വേണം. അത് ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം ആദ്യമൊക്കെ എനിക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നിയില്ലെങ്കിൽ ഒരു ഏജ് ഇപ്പൊ നമുക്കറിയില്ല, ചെറുപ്പം തൊട്ടാണെന്നുണ്ടെങ്കിൽ സാർ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആയെങ്കിൽ ആ ഒരു നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പ് ആയെങ്കിൽ അതെങ്ങനെയാണ് അവരെ ട്രെയിൻ അപ്പ് ചെയ്യുന്നത്? അല്ല, അവര് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്രയും പ്രായമുള്ള അല്ലെങ്കിൽ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ എനിക്ക് ഇത്രയും കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നത് ഇപ്പോഴായിരുന്നു. മറ്റേത് 1 or 2 പേരൊക്കെ വരും. അവരുടെ കീഴിൽ പിന്നെ നമ്മൾ ആ ഒരു രീതി പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഞാൻ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെതായ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ ചില സമയങ്ങളിൽ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഗീതേൻ്റെ പറഞ്ഞതുപോലെ ഇപ്പോൾ എനിക്ക് കുറച്ചു കാലമായിട്ട് ദേഷ്യമില്ല. വളരെ സന്തോഷത്തോടുകൂടി 1 അല്ല 10 അല്ല 100 അല്ല പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർ അന്നേരം അത് കേൾക്കും, മനസ്സിലാക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും സാറേ ഒന്നുകൂടെ നിന്ന് പറഞ്ഞു തന്നേന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ ഏകദേശം 1.5-2 വർഷത്തോളമായി കൊറോണ വന്നതിന് ശേഷം കംപ്ലീറ്റ് ക്ലാസ്സും ഓൺലൈനിലാണ്. ഇപ്പോഴ് എല്ലാം കൂടെ ഒരു 25 കുട്ടികളുണ്ട്. അല്ല, എൻ്റെ കുട്ടികൾ എനിക്ക് പഠിക്കുന്ന കുട്ടികളെ ഞാൻ അന്ന് കൊറോണ വരുന്നതിന് മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ധാരാളം പ്രോഗ്രാംസ് കിട്ടുമായിരുന്നു. ബാംഗ്ലൂർ, എസ്പെഷ്യലി ബാംഗ്ലൂർ ധാരാളം പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളതായ ക്ഷേത്രങ്ങളിലും മറ്റും സീസൺ സമയത്ത്, അതായത് പ്രത്യേകിച്ച് നമ്മൾ സീസൺ എന്ന് ഉദ്ദേശിക്കുന്നത് അയ്യപ്പ സീസണാണ് മെയിനായിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ധാരാളം പ്രോഗ്രാംസ് നമുക്ക് അവർ വിളിച്ചു തരുമായിരുന്നു. അവിടെ എൻ്റെ പ്രോഗ്രാമല്ല ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്, എൻ്റെ കുട്ടികളെ കൂടെ ഞാൻ കൊണ്ടുപോയി അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ആയിരുന്നു. അന്നേരം അത് എന്നോടൊപ്പം തന്നെ അവർക്കും അതൊരു ഒരു 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 എന്താ പറയുന്ന പ്രോഗ്രാംസും മറ്റും മനസ്സിലാക്കാനും എങ്ങനെ പാടാനും എന്നൊക്കെയുള്ളൊരു ഒരു മാനസിക സ്ഥിതി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപയോഗിച്ചിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം സാറിനെ പറ്റി സാറിന്റെ സ്റ്റുഡൻസ് പറഞ്ഞ ഒരു കാര്യമാണ്, സാറ് പഠിപ്പിക്കുന്ന സമയത്ത് ഫുൾ മാഷാണ്, പഠിപ്പിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു കേട്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വാളിറ്റി സാറിന്റെ കയ്യിൽ ഉണ്ടെന്നുള്ള ഒരു ഫ്രണ്ട്സിന്റെ രീതിയിലാണ് ഇവരെല്ലാരും പഠിപ്പിക്കുന്ന സമയത്ത്. ആ ഒരു കാര്യം വളരെ കറക്റ്റ് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്നെക്കാട്ടിയൊക്കെ പ്രായം കൂടുതലാണെങ്കിൽ തന്നെയും അല്ലാത്ത സമയത്തെല്ലാം ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങൾ ഇടപെടുന്നത്. പിന്നെ ക്ലാസ്സിൽ വരുമ്പോൾ അത് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് അതേപോലെയായിരുന്നു. ഗുരുനാഥൻ വളരെ ദേഷ്യപ്പെട്ടും വഴക്ക് പറഞ്ഞും അടിച്ചും ഒക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ അത് മനസ്സിലാക്കിയെങ്കിൽ എനിക്കിപ്പോൾ ഇതിൽ അടിക്കാനൊന്നും പറ്റത്തില്ല, അതിനൊരു കാര്യം. എങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് ഞാൻ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വളരെ നല്ലൊരു സന്തോഷത്തോടു കൂടി ഉള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ്. അമ്മയുണ്ട്, ഭോപ്പാലിലാണ്. മോള് ഭേദപ്പെട്ടിരുന്ന് നന്നായിട്ട് പാടും. ഇപ്പൊ പിന്നെ അതെ, ഇപ്പൊ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മോളുടെയും താല്പര്യം മ്യൂസിക് ആൻഡ് ഡാൻസ് മുന്നോട്ട് പഠിച്ചുകൊണ്ട് പോകണമെന്നാണ്. അല്ലാതെ മറ്റുള്ള സബ്ജക്റ്റിന് അവിടെ വലിയ താല്പര്യം കാണുന്നില്ല. പിന്നെ അത് എപ്പോഴാണ് കണ്ടർ ചെയ്യണം. ഇനിയിപ്പം വ്യത്യാസം വരുമോ ഇല്ലെന്ന് അറിയില്ല. അതെ. പിന്നെ അമ്മ എന്നോടൊപ്പം, ഞാനിവിടെ ബാംഗ്ലൂർ വന്ന ആ സമയം തൊട്ട് അമ്മയും ഞാനും ഇവിടെ. പിന്നെ നാട്ടിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അന്നേരം നാട്ടിൽ പോകാനും അമ്മയ്ക്ക് പിന്നെ അസുഖങ്ങളും മറ്റുള്ള കാരണത്താൽ ഡോക്ടേഴ്സിനെ കാണിക്കുന്നതിനൊക്കെ ബാംഗ്ലൂർ നല്ലൊരു സ്ഥലമായ കാരണത്താൽ അമ്മയും ഞാനും ഇവിടെ. എൻ്റെ പേര് സഞ്ജനയാണ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഓണം പരിപാടിക്ക് വന്ന കാരണം എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, കൊല്ലം വന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അമ്മേനെയും മാഷിനൊക്കെ അറിയാനായിട്ട്. എവിടെയാണ് നാട്? കൊട്ടാരക്കര. അപ്പൊ മോന് ഈ നിലയിൽ ഇത്രത്തോളം വലിയൊരു പാട്ട് മാഷാണെന്ന് ചെറുപ്പത്തിൽ വിചാരിച്ചത്? പ്രൈമറി സ്കൂൾ മുതലേ സ്കൂളിലാണ് താല്പര്യമുണ്ടായി. ഓക്കെ. പിന്നെ ഹൈസ്കൂളിലായിട്ട് അന്ന് പോയി, പിന്നെ ബംഗളൂരിലോട്ട് പോയി പഠിച്ചു. അങ്ങനെ ഭോപ്പാലിൽ ജോലി ആയിരുന്നെങ്കിൽ തന്നെയും അത് ഉപേക്ഷിച്ചെന്ന് വെച്ച് അവിടെ വന്ന് മ്യൂസിക്കിന് പോയി. പിന്നെ വീണ്ടും തിരിച്ചിവിടെ ജോലി. അപ്പൊ അത്രയ്ക്കും ഇഷ്ടമാണ് മ്യൂസിക്കിനോടായിരുന്നു. മറ്റുള്ള ജോലിയേക്കാൾ താല്പര്യം ഇതിലായിരുന്നു. പിന്നെ അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ വന്നിട്ട് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കുട്ടികൾ പഠിക്കണം, വേറെ ഒരു കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെ അമ്മയും അച്ഛനൊക്കെ ആ സമയത്ത് വന്നിട്ട് മാഷിനെ പഠിക്കാനായിട്ട്, പാട്ട് പഠിക്കാനായിട്ട് വിട്ടത്? അത് അച്ഛൻ ഭോപ്പാലിൽ, ഞാൻ നാട്ടിലാണ്. അന്ന് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അമ്മയുടെ കൂടെ ഇവരെ ഒപ്പമുള്ള കഴിഞ്ഞു. പിന്നെ ഞാൻ വല്ലപ്പോഴുമൊക്കെ വരും പോകും. ഇവന് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ ഭോപ്പാലിൽ വന്നാൽ പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് പിന്നെ അവിടെ വന്ന് മ്യൂസിക്കിന് പോയി. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ജോലിക്ക് വന്നു. അങ്ങനെ പിന്നെ അവിടെ സെറ്റ്. ഒരാളുള്ളോ? അല്ലല്ല, ഇവരുടെ ഇടയിൽ 2 ആണുങ്ങളുണ്ട്. അവര് നാട്ടിൽ? ഒരാൾ പിന്നെ നാട്ടിലുണ്ട്, ഒരാളിപ്പം ഒരു കമ്പനി. പക്ഷെ പാട്ടിനോടുള്ള അധികം ഇൻട്രസ്റ്റ് സാറിനാണ് ഉള്ളത് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ അത് ആരുടെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയതാണോ? അമ്മ പാടോ? എനിക്ക് പാടാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അന്ന് വീട്ടുകാരതിന് ഫാമിലി, കർഷക ഫാമിലിയായിരുന്നു. അന്നേരം അവർക്ക് അതിനോട്ട് തിരിച്ചുവിടാൻ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. ഞാൻ പറയാം, അമ്മ സന്തോഷിക്കില്ല. അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ ഡ്രീം അല്ലേ മോൻ ഇങ്ങനെ സാധിച്ചത്. അത് വളരെ സന്തോഷം. അതിന് സന്തോഷം. ഓക്കെ. അപ്പൊ നമ്മള് മാഷ, ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് അല്ല, അങ്ങനെ ഞാൻ മാഷിന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു കുട്ടി, അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ശരിക്കും പാട്ട് എത്ര വയസ്സ് തൊട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള
അല്ല ഇന്നത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണെന്നായത് ഏകദേശം ഒരു 3 വയസ്സ് തൊട്ട് കുട്ടികൾ പാടുന്നത്. അത് സാഹചര്യം കൊണ്ടാണ്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറെ ഒരു മനുഷ്യരും പാട്ട് പഠിക്കുന്നില്ല. അന്ന് എന്നെ എല്ലാവരും കളിയാക്കുമല്ലോ. ഞാനിങ്ങനെ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ഇച്ചിരി ദൂരെയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഞാനിങ്ങനെ പോകുമ്പോൾ എന്നെ ഭാഗവതര് പോകുന്നു, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ എന്നെ കളിയാക്കുമല്ലോ. ഇന്ന് ഞാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് എല്ലാ വീട്ടിലും ഏത് കുട്ടികളുണ്ടായിരുന്നാലും ഒന്നുകിൽ ഡാൻസ് പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലാതെ പാട്ട് പഠിക്കുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് കുറേ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാരൻസ് നന്നായിട്ട്. അപ്പോൾ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പലരും പറയുന്നുണ്ട് അന്നത്തെ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ആർക്കും അതിനെ കൂടുതൽ അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇന്നത്തെ ആ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നത് മീഡിയ, അതുപോലെ തന്നെ ടെലിവിഷൻ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു മാധ്യമങ്ങളിലൂടെ ആയിരിക്കണം നമുക്ക് ഇത്രത്തോളം കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായത്. അത് മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് കുട്ടികൾ ഇന്ന് ചെറുപ്പകാലത്തൊട്ടേ പഠിച്ചു വരുന്നത്. അത് ശരിയാണ്. ഇപ്പൊ പലവിധ സാഹചര്യം ഇപ്പൊ അമ്മ തന്നെ പറഞ്ഞത് ആ സമയത്ത് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഫാമിലി റിസ്ട്രിക്ഷൻ കാരണം പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ വന്നിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കുന്നുണ്ട് എല്ലാവരും പാരന്റ്സ്. പക്ഷെ ഇപ്പൊ കൂടുതലായോന്നൊക്കെ എല്ലാവരും ഡാൻസിനും പാട്ടിനും സ്പോർട്സിനും എല്ലാത്തിനും പോകുന്നുണ്ട്. അപ്പൊ സാർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും വായിക്കാറുണ്ടോ? ഞാൻ ഇൻസ്ട്രുമെന്റ് ഹാർമോണിയം പ്ലേ ചെയ്യാറുണ്ട്. പിന്നെ ഇല്ല, അത് കുറച്ച് മൃദംഗം പഠിച്ചിരുന്നു. അത് സബ്സിഡിയറി സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ വോക്കലാണ് മെയിനായിട്ട്.